നമ്മുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം പലപ്പോഴും നമ്മെ സ്വാധീനിക്കാറുണ്ട്. അത് നല്ല രീതിയിലാകാം, മോശം രീതിയിലാകാം. ഇന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ നാം ദൈവത്തോട് ചേർന്ന് നടക്കണമെന്നതാ. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തുടങ്ങുമ്പോൾ ശത്രുവിന്റെ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കാണുവാൻ കഴിയും. മാത്രമല്ല, ഈ ദൈവ സാന്നിധ്യം നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുകയും ചെയ്യും. ദൈവം നമ്മെ യഥാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ടാ നമ്മോട് കൂടെ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെയും നാം എടുത്തു പഠിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ഒരു ആഗ്രഹമാണ് മനുഷ്യനോട് കൂടെ വസിക്കുക എന്നത്. പലപ്പോഴും പല സമയങ്ങളിലും ഈ ദൈവത്തെ മറന്ന് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മെ ഓർത്ത് ദൈവം വിഷമിക്കുകയാണ്. കാരണം വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ പാപത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് കഴിയാതിരുന്നപ്പോ കാൽവറി ക്രൂശിലെ രക്തത്താൽ പാപ വിമോചനവും ദൈവത്തോട് അടുത്തു വരുവാനും മുഖാന്തരങ്ങളെ ഈ ദൈവം ഒരുക്കിയെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിച്ച് അത് അവഗണിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ നാം തിരക്ക് കൂട്ടി മുന്നേറുമ്പോൾ ഇന്ന് ദൈവം യഥാർത്ഥത്തിൽ നമ്മെ ഓർത്ത് ദുഃഖിക്കുകയാണ്. കാരണം പലപ്പോഴും നമുക്ക് ഉണ്ട് എന്ന് നാം അഭിമാനിക്കുന്നതും നാം നേടി എന്ന് പറയുന്നതുമായ പല കാര്യങ്ങൾക്കും പല സമയങ്ങളിലും നമ്മെ സഹായിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നാം ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് എങ്കിൽ തീർച്ചയായും നാം ഒരു അനുഗ്രഹമാകും. അതേ പ്രിയ ദൈവത്തിലെ, നിങ്ങളുടെ ജീവിതയാത്രയിൽ യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അതോ നിങ്ങളുടെ കൂടെയുള്ളവർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതയാത്ര നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണോ? അങ്ങനെയെങ്കിൽ ഇന്നൊന്ന് തിരിച്ചു വരണം. നിങ്ങളുടെ കൂടെയുള്ളവരോ നിങ്ങളുടെ മാതാപിതാക്കളോ മറ്റുള്ളവരൊന്നും കണക്ക് കൂട്ടുന്നത് പോലെ അല്ല നിങ്ങളുടെ ജീവിതമെന്ന് യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. കാരണം നിങ്ങളുടെ കൂടെയുള്ളവരും നിങ്ങളെ കാണുന്നവരും എല്ലാം വിലയിരുത്തുന്നത് നിങ്ങളുടെ പുറമേയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട്. എന്നാൽ ദൈവം നിങ്ങളെ നിങ്ങളുടെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ കണ്ടതാണ് എന്നും നിങ്ങളെ അറിയുന്ന ദൈവമാണ് എന്നും നിങ്ങൾ തിരിച്ചറിയണം. ഈ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു സ്പെസിഫിക് പ്ലാൻ ഉണ്ട്. ആ ദൈവിക പ്ലാനുകളിലേക്ക് ചുവടുകളെ വെക്കേണ്ടതിന് ദൈവിക ശബ്ദം നാം കേൾക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നാം നമുക്ക് തോന്നുന്നത് പോലെ ജീവിതയാത്ര നയിക്കുമ്പോൾ പലപ്പോഴും നിരാശയും പ്രയാസങ്ങളും കടന്നു വന്നിരിക്കാം. എന്നാൽ ഈ ദൈവ ശബ്ദം കേട്ട് ജീവിതയാത്ര മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവിക സന്തോഷം നാം അനുഭവിക്കുവാൻ തുടങ്ങും. എല്ലാ ഏകാന്തതയുടെ നിമിഷങ്ങളിലും ഈ ദൈവത്തിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയുവാൻ തുടങ്ങും. നിങ്ങൾ കരം വെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടും. മാത്രമല്ല, നിങ്ങളോട് കൂടെയുള്ളവരും അനുഗ്രഹിക്കപ്പെടും. കാരണം നിങ്ങളുടെ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം മറ്റുള്ളവരും തിരിച്ചറിഞ്ഞ് അവരും യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരും. അബ്രഹാം പിതാവിനെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ എവിടേക്കാണ് എന്ന് പോലും അറിയാതെ ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. തന്റെ സ്നേഹിതൻ എന്ന് ദൈവം പറയുന്ന പല ഭാഗങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. അതെ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നാം തയ്യാറാകുമ്പോൾ, ദൈവ ശബ്ദം നാം കേട്ട് അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ ഈ സ്വർഗം സന്തോഷിക്കുകയാ. ദൈവിക പ്രൊവിഷൻ നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ നിങ്ങൾ കാണും. അബ്രഹാം തന്റെ സഹോദരനോട് തനിക്ക് ഇഷ്ടമുള്ള ദേശം തിരഞ്ഞെടുക്കുവാൻ അബ്രഹാം പറയുമ്പോൾ അബ്രഹാമിനൊരു ഉറപ്പുണ്ടായിരുന്നു. താൻ എവിടെ പോയാലും താൻ അനുഗ്രഹിക്കപ്പെടും. താൻ ഏത് ദേശത്ത് പാർത്താലും ആ ദേശം അനുഗ്രഹിക്കപ്പെടുമെന്ന്. കാരണം തന്നോട് കൂടെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി അബ്രഹാം തന്റെ ജീവിതയാത്രയിൽ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ നാം അപ്രകാരം ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയണം. ദൈവിക പ്രൊവിഷനുകൾ നാം അനുഭവിക്കുവാൻ തുടങ്ങണം. അതാ ദൈവത്തിന്റെ ആഗ്രഹം. കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ എന്ന ഭാഗം കാണുവാൻ കഴിയും. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നാം ഒരുപക്ഷെ ഹൃദയത്തിൽ സ്വീകരിച്ചേക്കാം. എന്നാൽ അതുകൊണ്ട് തീർന്നില്ല. അവനുമായുള്ള കൂട്ടായ്മയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നാം ദൈവ ശബ്ദം കേട്ടിട്ട് എത്ര നാളായി? നമ്മുടെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്കതിന് കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ ഒന്ന് നിന്ന് നാം നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ കണക്ഷൻ ഒന്ന് റീസ്റ്റോർ ചെയ്യുവാൻ ഈ നിമിഷങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം സംസാരിച്ചു, ശരിയാ. ഇന്ന് ദൈവവുമായിട്ട് എങ്ങനെയാ കണക്ഷൻ? കഴിഞ്ഞ നാളുകളിൽ ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടതാ, അനുഭവിച്ചതാ, സമ്മതിക്കുന്നു. ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഇന്ന് ഈ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നാം ഒരു ഡേഞ്ചർ സോണിലാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമുക്ക് മടങ്ങി വരണം. ഈ നാഥന്റെ പാദപീഠത്തെങ്കിലേക്ക് നമുക്ക് മടങ്ങി വരണം. നമ്മെ വേദനിപ്പിച്ച വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങളും എല്ലാം യേശുവിനോട് തുറന്നു പറയാം. നിങ്ങൾ ഇപ്രകാരം ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം: ഈ ദൈവം ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയുകയില്ല. മാത്രമല്ല, മാറോട് ചേർത്ത് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ദൈവം അത് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ ദേവാലയത്തിൽ മാത്രം ദൈവ സാന്നിധ്യം കടന്നു വന്നിരുന്നുവെങ്കിൽ ഇന്ന് നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ് എന്നും നമ്മിൽ ദൈവ സാന്നിധ്യം വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്നും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ വില കൊടുത്ത് വാങ്ങിയതാണ്. നമ്മുടെ
പാപത്തിന് പരിഹാരമായി, നമ്മുടെ ശാപത്തിന് പരിഹാരമായി, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി, നമ്മുടെ രോഗസൗഖ്യത്തിനായി കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു തകർക്കപ്പെട്ടെങ്കിൽ ആ യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ മരണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. പ്രിയ ദൈവത്തിലെ, നാം ഒരു അനുഗ്രഹമാകേണ്ടതിനാ യേശുക്രിസ്തു ഇതെല്ലാം സഹിച്ചത്. ഈ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് യേശുവേ എന്നോട് ക്ഷമിക്കണമേ, അങ്ങില്ലാതെ ഒരു ജീവിതം എനിക്കില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, കൂടെയുള്ള ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ജനം തിരിച്ചറിയട്ടെ. എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പ്രവൃത്തി ജനത്തിന്റെ ജീവിത മേഖലകളിലെല്ലാം വെളിപ്പെടട്ടെ. ഇവരായിരിക്കുന്ന ദേശങ്ങളിൽ ദൈവത്തിന്റെ ഒരു സാന്നിധ്യമാകത്തക്ക വിധത്തിൽ ഇവരിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹൃദയം തുറന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങയ്ക്ക്, സകലവും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, ജീവിതയാത്രയിൽ നിങ്ങൾ തനിച്ചല്ല, യേശുവുണ്ട് നിങ്ങളുടെ കരം പിടിച്ച്. ഭാരപ്പെടല്. ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.